FC ബാഴ്സലോണയുടെ ഡിഫൻഡർ ആയിട്ടുള്ള ജാവോ കാൻസാലോ, പോർച്ചുഗൽ താരം. പുള്ളിക്കാരനെ ബാഴ്സലോണ ഈ ഒരു സീസണോടുകൂടി വിടാനുള്ള തീരുമാനമില്ല. അതായത് ജാവോ കാൻസലോ ഇപ്പൊ നിലവിൽ ലോണിലാണ് ബാഴ്സലോണയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സീസൺ അവസാനം കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഈ ഒരു ടീം വിട്ടു പോകേണ്ടി വരും. പക്ഷെ ജാവോ കാൻസലോ ഈ ഒരു ടീമിൽ നിന്ന് പോകാൻ തയ്യാറല്ല. അത് ജാവോ കാൻസലോക്കും ബാഴ്സലോണയിൽ നിൽക്കുന്നുണ്ട്, ബാഴ്സലോണക്ക് ജാവോ കാൻസലോയെ ഈ ഒരു ടീമിൽ ഹാൻസി ഫ്ലിക്കിന്റെ സ്ക്വാഡിൽ വേണമെന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഇനീഷ്യൽ ടോക്ക് കാര്യങ്ങളൊക്കെ സംസാരങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ ഈ ജാവോ കാൻസലോയുടെ ഈ ഏജന്റ് ആയിട്ടുള്ളത് ജോർജ് മെൻഡസ് ആണ്. പുള്ളിക്കാരനോട് സംഭവം ഈ ബാസ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് എന്താന്ന് വെച്ചാൽ അൽഹിലാലുമായിട്ടുള്ള സംസാരങ്ങളാണ്. കാരണം നിലവിലെ അൽഹിലാലിന്റെ പ്ലെയർ ആണ്. അപ്പൊ ബാഴ്സലോണയിലേക്ക് ഈ ഒരു സീസണ് കഴിഞ്ഞ് അടുത്ത സീസൺ വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു ഫുൾ ട്രാൻസ്ഫർ ആയിട്ട് ബാഴ്സലോണ പ്ലെയർ ആയി മാറേണ്ടി വരും, അല്ലെങ്കിൽ ഒരു സീസണിന്റെ ഫുൾ ലോണിൽ വീണ്ടും ബാഴ്സലോണയിൽ കളിക്കേണ്ടി വരും. ഈ രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക. അപ്പൊ അതിൽ ഇനിയിപ്പോ അൽഹിലാൽ ജാവോ കാൻസലോ പോലത്തെ ഒരു പ്ലെയറെ ഇവർക്ക് ബാഴ്സലോണയ്ക്ക് വിട്ടുകൊടുക്കും. കാരണം ഇപ്പൊ ലാസ്റ്റ് സീസണിലാണ് ജാവോ കാൻസലോ നമ്മുടെ അൽഹിലാലിൽ ആള് ജോയിൻ ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ജാവോ കാൻസലോയെ ഫുള്ളായിട്ട് അൽഹിലാൽ വിട്ടുകൊടുക്കുക, അതോ ഇനി ഒരു വർഷം ലോണിൽ കളിക്കട്ടെ എന്ന രീതിയിലാണോ എന്നുള്ളതൊക്കെ വേറെ നോക്കി കാണേണ്ട പരിപാടികളാണ്. ഓക്കെ, അപ്പൊ ഏതായാലും ജാവോ കാൻസലോ ബാഴ്സലോണയിൽ നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു പ്ലെയറാണ്. പുള്ളിക്കാരന്റെ പാഷന് നമുക്ക് കാണാം, മത്സരിക്കുമ്പോൾ ഒരു കളത്തിൽ കാണാം പുള്ളിക്കാർ എത്രത്തോളം ആ ടീമിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അത്തരത്തിലിരിക്കെ ബാഴ്സലോണയിൽ ഹാൻസി ഫ്ലിക്കിനും ജാവോ കാൻസലോയെ വേണം, ജാവോ കാൻസലോക്ക് ബാഴ്സലോണയെ വേണം എന്ന് പറയുന്ന സിറ്റുവേഷൻ ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂജ് പോസിറ്റീവ് തന്നെയാണ്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ചെയ്യാം.